ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ, പരിശുദ്ധ ഖുർആനിന്റെ പ്രമേയം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലത്തോളം ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഖുർആനിന്റെ ഉൾസാരങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ ലോകം ഒരിക്കൽ അസ്തമിക്കും. യുവാക്കളെ, യുവതികളെ, ഇവരെയെല്ലാം നാളെ മഹ്ശറ സഭയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. കല്ലാ ഇദാ ദുഃഖത്തിൽ ഈ ലോകമെല്ലാം കിടുകിട വിറപ്പിക്കപ്പെടുന്ന ഒരു കാലം സംജാതമാകും. താമസം വിനാ അത് സംഭവിക്കും. വജാഅ റബ്ബുക വൽ മലകു സഫാ സഫാ. നാളെ ഈ ആഗോള ജനങ്ങളെ മുഴുവനും, ഈ മഹാമനുഷ്യരെ മുഴുവനും, ഈ മനുഷ്യ മക്കളെ മുഴുവനും, ഈ ജനസഞ്ചയത്തെ മുഴുവനും മഹ്ശറിന്റെ തിരുമുറ്റത്തേക്ക് കൊണ്ടുവരപ്പെടുമ്പോ മാലാഖമാര് സഫ് സഫായി നിൽക്കുന്ന വേളയിൽ ലോകത്തിന്റെ അതിപരാശക്തിയായ നാഥൻ ആ റബ്ബിന്റെ മുന്നിലല്ലയോ നമ്മൾ ഇത്ര നാള് നെറ്റിത്തടം സമർപ്പിച്ചത്? അവനല്ലയോ റാസിഖ്, അവനല്ലയോ മാലിക്, അവനല്ലയോ ഷാഫി, അവനല്ലയോ വാഫി, അവനല്ലയോ ഖാദിർ? അവനായിരുന്നില്ലേ ലോകത്തിന്റെ അതിപരാശക്തി? അവനല്ലയോ ആകാശത്തെ നിയന്ത്രിച്ചവൻ, നക്ഷത്രങ്ങളെ നിയന്ത്രിച്ചവൻ, ഭൂമികളെ വ്യാനിച്ചവൻ, ഈ ആകാശ ഭൂമികൾക്കിടയിലുള്ള സകലമാന സസ്യലതാദികളെയും വൃക്ഷലതാദികളെയും മനുഷ്യ മക്കൾക്ക് വാസയോഗ്യമാക്കിയവൻ ആ പടച്ച തമ്പുരാനല്ലയോ? അത്യാധുനിക ആഡംബരങ്ങളോടെ പടച്ച തമ്പുരാൻ മഹ്ശറ വൻസഭയിലേക്ക് കടന്നു വരികയാണ്. മലക്കുകളെല്ലാം സഫ് സഫായി നിൽക്കുകയാണ്. അതാ ഒരു പ്രകമ്പനം കേൾക്കുന്നു, ഒരു വല്ലാത്ത നിലവിളി കേൾക്കുകയാ. എന്താണെന്ന് ജനങ്ങൾ ഉറ്റുനോക്കുമ്പോ ഇതാ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടുന്നത് വജീഅ യൗമഇദിൻ ബിജഹന്നം. നരകത്തെ കെട്ടിവലിച്ചു കൊണ്ടുവരുന്നു. ഏത് നരകം? ഇന്നത്തെ ന്യൂ ജനറേഷൻ വിശ്വസിക്കാത്ത നരകം. ഫ്ലാഷ് മോബ്, അങ്ങനെയൊന്നുമില്ല, അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അഹങ്കാരത്തിന് പോകുന്നു. മ്യൂസിക് അടിക്കുന്നു, പാട്ട് പാടുന്നു, തുള്ളിച്ചാടുന്നു, ഡാൻസ് ആടുന്നു. ഈ തുള്ളിച്ചാടലും ഡാൻസ് ആടലും ഒക്കെ കാണുമ്പോൾ ഇതെല്ലാം ഹറാമാണ്, തെറ്റാണെന്ന് പണ്ഡിതന്മാർ ഇതെല്ലാം ഓതിക്കൊടുക്കുമ്പോൾ, പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പിയിട്ട് അവരെ എല്ലാവരെയും സോഷ്യൽ മീഡിയയിലൂടെ നാണം കെടുത്തുന്ന ഈ മുസ്ലിം നാമധാരികളിൽപ്പെട്ടവർ, അമുസ്ലിമീങ്ങൾ പറയട്ടെ, അവർക്ക് ഖുർആനുമായി ബന്ധമില്ല, ഖുർആനുമായി യാതൊരു അടുപ്പവുമില്ല, അവർ ഖുർആനിനെ അവിശ്വസിക്കുന്നവരാണ്. അവർക്ക് എന്തും പറയാം. അബൂലഹബ് നബിതങ്ങളെ പറഞ്ഞു, അബൂജാഹിൽ പറഞ്ഞു, ഉത്ബത്ത് പറഞ്ഞു, ശൈബത്ത് പറഞ്ഞു, ഉബയ്യ് ഇബ്നു ഖലഫ് പറഞ്ഞു. ഇതൊന്നും ഒരു പ്രശ്നമല്ല, കാരണം അവരൊന്നും മുസ്ലിമീങ്ങളല്ല. പക്ഷേ മുസൽമാൻ പരിശുദ്ധ ഖുർആനിന് എതിരായ വാക്കുകൾ പറയുമ്പോൾ അവൻ ഓർക്കണം, നാളെ മഹ്ശറ വൻസഭയിൽ ഇവനെ കൊണ്ടു നിർത്തപ്പെടുമ്പോൾ അവന്റെ മുന്നിലേക്ക് കെട്ടിവലിച്ചു കൊണ്ടുവരപ്പെടും നരകം. കെട്ടിവലിച്ചുകൊണ്ടും ഭയങ്കരമായ പ്രകമ്പനത്തോടെയാണ് നരകം വരിക. ഭയങ്കര ഘോര ശബ്ദത്തോടെയാണ് നരകം വരിക. വജീഅ യൗമഇദിൻ ബിജഹന്നം. അവനെ, ആ നരകത്തെ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാ. യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ. ഇന്ന് ധിക്കരിച്ചവരെ, ഇന്ന് ഭൗതികമായ ആഡംബരങ്ങളോട് താല്പര്യം പ്രകടിപ്പിച്ചവരെ, പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരെ, ഇസ്ലാമിക ആശയ ആദർശങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടിയെറിഞ്ഞവരെ, യതദക്കറുൽ ഇൻസാൻ, യതദക്കറുൽ ഇൻസാൻ. അന്നവൻ ചിന്തിക്കുകയാണ്, ആ മഹ്ശറ വൻസഭയിലേക്ക് നരകം കെട്ടിവലിക്കപ്പെടുമ്പോ അല്ലാഹുവേ, ഉലമാക്കളെ പറഞ്ഞത് ഈ നരകത്തെ കുറിച്ചാണ്. ആ നരകമിതാ എന്നെ ക്ഷണിക്കുകയാണ്, ആ നരകമിതാ എന്നെ വിളിക്കുകയാ. ആ നരകത്തിന്റെ പ്രകമ്പനം കാണുമ്പോ ഈ ധിക്കാരിയായ മനുഷ്യൻ ചിന്തിക്കുകയാണ്, യാ ലൈതനീ
ഖദ്ദംതു ലിഹയാതി. അല്ലാഹുവേ, ദുനിയാവിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കണേ അല്ലാ. വീണ്ടും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആയുസ്, ആരോഗ്യം ഞങ്ങൾക്ക് മടക്കി തരുമോ പടച്ചവനേ? അല്ലാഹുവേ, യാ ലൈതനീ കുന്തു തുറാബാ. അല്ലാഹുവേ, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ, ഞാൻ ഒന്നുമില്ലാത്തവനായി മാറിയിരുന്നെങ്കിൽ, ആ നരകത്തിന്റെ കൊടും ഭീകരത കാണുമ്പോ ഈ മഹാമനുഷ്യൻ നാളെ മഹ്ശറിൽ കിടന്ന് വിലപിക്കുകയാ. അല്ലാഹു ചോദിക്കുകയാണ്, വഅന്നാ ലഹു ദിക്റാ. അന്ന് ചിന്തിച്ചിരുന്ന പുണ്യം മാഫി ഫായിദ, ഇസ് ഫായിദ. ഒരു ഫായിദ ഇല്ല. അന്ന് ചിന്തിച്ചിട്ട് എന്ത് പുണ്യോന്ന്. നാളെ മഹ്ശറിൽ പോയി ചിന്തിച്ചിട്ട് ഈ നരകത്തിലേക്ക് ഇടാൻ പോവാണ് നിന്നെ. അതാ കെട്ടി വലിച്ചുകൊണ്ട് വരികയാണ്. നരകത്തേക്ക് ഇടാൻ പോകുന്ന നിന്നെ അന്ന് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നല്ല ചോദിക്കാണ്. ഇന്നാണ് ചിന്തിക്കേണ്ടത്. ഈ വർത്തമാന കാലഘട്ടത്തിൽ ഖുർആനിന്റെ പ്രമേയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിനെ വിശ്വസിക്കാത്തവൻ നാളെ ആഖിറത്തിൽ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അവൻ ഒരുപാട് ഒഴികഴിവുകൾ പറയും. വലൗ അൽഖാ മആദീറ, വലൗ അൽഖാ മആദീറ. അവൻ എത്ര ഒഴിവ് കഴിവുകൾ പറഞ്ഞാലും അതൊന്നും അള്ളാന്റെ മുന്നിൽ വില പോവുകയില്ല. അവന്റെ വാക്കുകളോ, അവന്റെ പശ്ചാത്താപമോ, അവന്റെ പ്രായച്ചിത്തമോ, അവന്റെ കണ്ണുനീരോ നാളെ റബ്ബിന്റെ കോടതിയിൽ സ്വീകാര്യമല്ല. എന്നാൽ ഈ 21-ാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടത്തില് കൊടും പാപം ചെയ്ത ന്യൂ ജനറേഷനെ പാതിരാ സമയത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയണേ, അല്ലാ, ഞാൻ കഞ്ചാവിന് അഡിക്റ്റായി പോയി പടച്ചവനെ, ഞാൻ പെണ്ണുങ്ങൾക്ക് അഡിക്റ്റായി പോയി നാഥാ, ഞാൻ പലിശയ്ക്ക് അഡിക്റ്റായി പോയി പടച്ചവനെ, മാപ്പുതാ അല്ലാ, മാപ്പുതാ അല്ലാ. നിന്റെ ദർബാറിലേക്ക് ഈ കരങ്ങൾ ഉയർത്തുന്നു നാഥാ. തട്ടിക്കളയരുതേ പടച്ചവനെ. എന്റെ ഭൂതകാല ജീവിതങ്ങളിലേക്ക് നീ നോക്കരുതേ അല്ലാ. ഇനിയുള്ള ശിഷ്ട ജീവിതത്തെ നന്നാക്കി തരാൻ ഞാൻ കേഴുന്നു നാഥാ, യാചിക്കുന്നു നാഥാ. വർത്തമാന കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാ, റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ എഴുന്നേറ്റ് തപസ്സിരുന്ന് 2 റക്അത്ത് നമസ്കരിച്ച് നിറക്കണ്ണുകളോട് നീ ചെയ്ത പാവങ്ങൾ അല്ലാഹുവിനോട് വിളിച്ചു പറഞ്ഞാൽ റഹ്മാൻ റഹീമായ തമ്പുരാൻ നിന്റെ കണ്ണുനീരൊപ്പിയെടുത്തുകൊണ്ട് നിന്നെ വാരിപ്പുണരുകയും നിന്നെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നു തരുമത്രേ. പക്ഷേ എഴുന്നേൽക്കണം ചെറുപ്പമേ, എഴുന്നേൽക്കണം ന്യൂ ജനറേഷനെ. അല്ലാഹുവിലേക്ക് മടങ്ങണം, ഖുർആനിലേക്ക് മടങ്ങണം. എങ്കിൽ നിന്നെ അല്ലാഹു സ്വീകരിക്കും. അതല്ല എല്ലാം തിന്ന് കുടിച്ച് ഹറാമ് എല്ലാം ചെയ്ത് തീർത്ത് ചാവാറായി കിടക്കുന്ന സമയത്ത് വലിക്കുകയാണ്. ലാസ്റ്റ് ഘട്ടത്തിൽ യാ അല്ലാ പ്ലീസ്, യാ അല്ലാ പ്ലീസ്, യാ അല്ലാ പ്ലീസ്. എവിടെ വെള്ളമടിച്ച് കിടക്കുന്നതിന് എവിടെ പ്ലീസ് പറയാൻ സമയം? അവൻ ഈ ദുനിയാവിലെ അല്ല, അവൻ ഈ ദുനിയാവിലെ അല്ല. പിന്നെ അവൻ വെള്ളം അടിച്ച് കിടക്കുന്നവൻ, മയക്കുമരുന്നിന് അഡിക്റ്റായി കിടക്കുന്നവൻ, ഇവൻ എവിടെ പോയിട്ട് തൗബ ചെയ്യാൻ, എവിടെ ചോദിക്കാൻ? ജനാപത്ത് കുളിക്കാതെ 3 ദിവസം നടക്കുന്നത്. അവിടെയും പോയി വിചാരിക്കും, ഇവിടെയും പോയി വിചാരിക്കും, ഇവിടെയും പോയി വിചാരിക്കും. എന്നിട്ട് കുളിക്കുകയില്ല. സംഭവം ഒറ്റ ട്രിപ്പിന് 3-4 എണ്ണമാണ്. എന്ന് 2 ദിവസം 3 ദിവസം അള്ളാഹ് ഇനി എവിടെയെങ്കിലും ആലുവ ആറ്റി തള്ളിയിട്ടാലായി, അങ്ങനെയെങ്കിലും കുളിച്ചാലായി. അല്ലാതെ കണ്ട് എവിടെ കുളിക്കാൻ സംഭവം? ആ ഇടയ്ക്ക് അങ്ങനെ അവൻ ചത്തുപോലുള്ള അവസ്ഥ എന്താ? ജനാപത്തുകാരനായി ചൗ നഊദുബില്ല, അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. തൗബ ചെയ്യാതെയാണ് മരിക്കുക. തൗബ ചെയ്യാതെ മരിക്കാൻ ഒരു അവസരം അവന് ലഭിച്ചാൽ തീർന്നില്ലേ? നഊദുബില്ല, പടച്ചു നമ്മൾ അതിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹ് ഇവിടെ വെച്ച് നമുക്ക് തരികയാണ്. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. വെറുതെ ഒന്നും അല്ലാഹു തആല നമ്മളെ സൗകര്യക്കുക. രാത്രി എഴുന്നേറ്റ് നമ്മൾ നിസ്കരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യുവാക്കളെയൊക്കെ നന്നാക്കി തരട്ടെ, നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ, നമ്മുടെ സഹോദരിമാരെയൊക്കെ നന്നാക്കി തരട്ടെ. രാവിലെ മുതൽ എവിടേക്കാണ് പോകുന്നത് യുവാക്കളെന്ന് നമ്മുടെ വാപ്പായ ഉമ്മ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നാളെ ദുആ ചെയ്യേണ്ട കുട്ടിയാണിത്. നാളെ ആഖിറത്തിൽ പോകുമ്പോൾ ഈ വാപ്പ ഈ മകനെ വിളിക്കുമ്പോൾ, ഈ മകനെ ഈ വാപ്പ വിളിക്കുമ്പോൾ അവരുടെ പേരിട്ടാണ് വിളിക്കുക. നാളെ അല്ലാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ വാപ്പയുടെ പേര് കൂടെ ചേർത്തിട്ടാണ് ഈ കുട്ടിയെ വിളിക്കുക. ആ സമയത്ത് ആ കുട്ടി മുസ്ലിം ആയിരുന്നില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വാപ്പാടെ അവസ്ഥ? നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.
നമുക്ക് അങ്ങനെയുള്ളൊരു മക്കളെ തരാതെ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഇന്ന് അഹങ്കരിച്ച് അധപ്പതിച്ച് അനാശാസ്യ അശ്ലീലതയുമായി ബന്ധപ്പെടുകയാണ്. വെറും മോശം പറയാനേ കഴിയാതിരിക്കാൻ. നമുക്ക് പറഞ്ഞ് മടുത്ത്, പ്രസംഗത്തോട് മടുത്ത് ഹബീബേ, വെറുതെ പറയല്ല, പ്രസംഗിക്കാൻ ഒരു താല്പര്യമേ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഉൾക്കൊള്ളുന്നില്ല ഈ ഉമ്മത്ത്. നമ്മളിപ്പോൾ ഒളിച്ചോട്ടത്തെക്കുറിച്ചും ഈ കുട്ടികളെക്കുറിച്ചും ചെറുപ്പക്കാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ വീണ്ടും അധപ്പതനത്തിൻ്റെ ചെളിക്കുണ്ടിലേക്ക് മുങ്ങിത്താണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിന് പ്രബോധനം, എന്തിന് പ്രസംഗം? നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയുടെ മുന്നിൽ പ്രസംഗിക്കാൻ ആരുമില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ പിഴച്ചുപോയി എന്ന് ഒരു ചെറുപ്പക്കാരനും പറയാൻ പറ്റൂല. നാളെ ആർക്കും പറയാൻ പറ്റൂല. നാളെ അള്ളാഹു ആരും ഞങ്ങളെ ഉപദേശിച്ചിരുന്നില്ല റബ്ബേ എന്ന് പറയാനൊരു അവകാശമില്ല. ഇഷ്ടാനുസരിച്ച് വാള്, ലക്ഷക്കണക്കിന് വാള്, പല പണ്ഡിതന്മാരുടെ വാള് കേട്ട് ഉറങ്ങുന്നവരും വാള് കേട്ടുകൊണ്ടാണ് ഉറങ്ങുക, ഉണരുന്നതും വാള് കേട്ടുകൊണ്ടാണ് ഉണരുക. അതുകൊണ്ട് വാള് കേൾക്കാത്തതിൻ്റെ പേരിൽ, മനസ്സിലാക്കാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ പിഴച്ചുപോയതും ആർക്കും പറയാൻ അവകാശമില്ല. മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മക്കൾ നന്നായി. നാളെ ആഖിറത്തിൽ അവൻ നരകത്തിൻ്റെ മുന്നിലേക്ക്, നരകം കെട്ടിവലിച്ചവൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരും. അവൻ ചിന്തിക്കും, അല്ലാ പടച്ചവൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഉസ്താമാർ പറഞ്ഞത് യാഥാർത്ഥ്യമാണല്ലോ, അല്ലാ പ്ലീസ് യാ അല്ലാ ഒന്ന് മടക്കിത്താ അല്ലാ, യാ ലൈതനി ഖദ്ദംതു ലിഹയാത്തി, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളൊന്ന് മടക്കണേ അല്ലാ. നടക്കില്ല, തീർന്നു, ക്ലോസ്, ഡോർ ക്ലോസ്, പോയി, കൗണ്ടർ ക്ലോസ്ഡ്. ഇനി അവിടെ തൗബയ്ക്ക് അവസരമില്ല, കരയാൻ നമുക്ക് അവസരം. ഇവിടെ കരയാൻ അവസരം. ഇന്ന് നീ 100 പേരെ കൊന്നിട്ട് ഇന്ന് കരാൻ അല്ലാഹ് മാപ്പ് ചെയ്യും. 100 വ്യഭിചരിച്ചിട്ട് ഇന്ന് പൊരുത്തം ചോദിരും, വല്ലാഹി റബ്ബുൽ ഇസ്സത്ത് പടച്ചവൻ മാപ്പാക്കി തരും. ചെറുപ്പക്കാരൻ അല്ലാഹ് എത്ര ഇതിൽ കൂടുതൽ അല്ലാഹ് എന്ത് വേണം? മാത്രമല്ല തൗബ ചെയ്ത് അല്ലാഹ് ചെയ്യുന്ന മറ്റൊരു ഗുണം എന്താ? തൗബ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവന്റെ തെറ്റുകൾ മുഴുവനും അല്ലാഹു നന്മയാക്കി വർദ്ധിപ്പിക്കുമത്രേ. 100 വ്യഭിചരിച്ചവൻ ഇന്ന് തൗബ ചെയ്താൽ ഇനി നാളെ മുതൽ ഇല്ല റബ്ബേ എന്ന് മടങ്ങാൻ അവൻ തയ്യാറായാൽ ഈ 100 പ്രാവശ്യം വ്യഭിചരിച്ച വ്യഭിചാരം അള്ളാഹു നന്മയാക്കി മാറ്റിക്കൊടുക്കും. അള്ളാഹുടെ ഓഫർ. മൊബൈൽ പോർട്ട് ചെയ്യുമ്പോൾ കുറേ ഓഫർ ചെയ്യില്ലേ? ഇന്നലെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മറ്റേ സാധനമായിരുന്നു. ഇന്ന് പുതിയൊരു സാധനത്തേക്ക് നീ പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫർ അവർ തരും. നിങ്ങളുടെ പഴയ സാധനം മാറ്റി പുതിയ എടുക്കാൻ, പഴയ വണ്ടി ഇപ്പം ലാസ്റ്റ് ഇയർ എൻഡ് ആണല്ലോ, അപ്പം നിങ്ങളുടെ പഴയ വണ്ടി മാറ്റിയിട്ട് പുതിയ വണ്ടി എടുക്കാവോ? നമ്മൾ ഓഫറുണ്ട്, പ്രത്യേകമായ ഓഫറുണ്ട്. അപ്പം പഴയ വണ്ടിയുടെ അതേ ഗുണം ഇതിനകത്തും കിട്ടും. അതിൻ്റെ എല്ലാ ഓപ്ഷൻസുകളും ഇതിലേക്കും വരും. ആ പഴയതിനെക്കാട്ടിലും സൂപ്പറായിട്ട് അതേ സാധനം തന്നെ അവ തരുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതെന്താ? ഒരു പഴയ മനുഷ്യൻ, പാപം ചെയ്ത ഒരു മനുഷ്യൻ ഇന്ന് തൗബ ചെയ്ത് അള്ളാഹിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ അവൻ്റെ പഴയ കാലഘട്ടത്തിലെ ജീവിതത്തിലെ മുഴുവൻ തെറ്റുകളും അള്ളാഹു നന്മയാക്കി മാറ്റിക്കൊടുക്കും. ഇതിൽ കൂടുതൽ അള്ളാഹ് എന്തോ ഓഫർ ചെയ്യാൻ? ഇതിൽ കൂടുതൽ എന്തോ ഓഫർ ചെയ്യാൻ? വ്യഭിചരിച്ചത് മൊത്തം സുന്നത്ത് നിസ്കാരാക്കി അള്ളാഹ് മാറ്റിക്കൊടുക്കും. വെള്ളമടിച്ചത് മുഴുവനും ഖുർആൻ ഓത്താക്കി അള്ളാഹു മാറ്റിക്കൊടുക്കും. ഇതിൽ കൂടുതൽ അള്ളാഹ് എന്ത് ചെയ്യണം? പോരെ, ഇതിൽ കൂടുതൽ എന്ത് വേണം നമുക്ക് ചെയ്യാൻ? ഇത്ര വലിയ ഭാഗ്യമാണ്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമല്ലേ? വമൻ താബ വഅമില സ്വാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മത്താബ. വലിയ ഭാഗ്യമാണ്. അള്ളാഹു തൗബ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അപ്പം ഹിദായത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി ഏതാ? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ വഴിയാണ് ഹിദായത്ത് കിട്ടി നമ്മളെ രക്ഷപ്പെടാനുള്ള മൂന്നാമത്തെ മാർഗം എന്താണ്? ഖുർആൻ. അതാണ് ഖുർആൻ ന്യൂ ജനറേഷൻ. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ هي أقوم ويبشر المؤمنين الذين يعملون الصالحات وأن لهم أجرا كبيرا وأن لهم أجرا كبيرا. പരിശുദ്ധമായ ഈ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, നന്മ ആഗ്രഹിക്കുന്നവർക്കും സത്സരണി ആഗ്രഹിക്കുന്നവർക്കും വഴികാട്ടിയാണ് ഖുർആൻ. അവരെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ന്യൂ ജനറേഷൻ നന്മയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളെ കൈക്ക് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒരേ ഒരു ഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ ഖുർആനേ ഉള്ളൂ. ഖുർആൻ മാത്രം. വേറെ ഒരു സാധനത്തിന് നിങ്ങളെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ, നന്മയിലേക്ക് കൊണ്ടുപോകാൻ, ധർമ്മത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഗ്രന്ഥവുമില്ല. ഉറപ്പ് പരിശുദ്ധ ഖുർആൻ അല്ലാതെ. ഇഷ്ടം പോലെ തെളിവുകൾ നടത്താൻ നമുക്ക് പറ്റും. പരിശുദ്ധ ഖുർആനിലേക്ക് വന്നാൽ
നിങ്ങളെ സത്യമായ പാതയിലേക്ക് അള്ളാഹു കൊണ്ടെത്തിക്കുമെന്നോ അള്ളാഹാണ് പറയുന്നത്. ഹിദായത്തിനുള്ള 3 വഴി മനസ്സിലായില്ലേ? 1 കഅബ, 2 നബി, 3 ഖുർആൻ. ഈ 3 വഴിയല്ല 4മതൊരു വഴി പറ. 3 വഴിയല്ല 4മത് ഹിദായത്തിട്ട് എന്താ വഴി? അള്ളാഹ് പഠിപ്പിച്ചത് നബി തങ്ങൾ പഠിപ്പിച്ചു. അള്ളാഹ് പഠിപ്പിച്ചതിൻ്റെ തെളിവാണ് കഅബ. ആ കഅബ തന്നെ ഏറ്റവും വലിയ തെളിവ്. അത് തന്നെ ലോകത്തെ അമുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരാൻ ആ കഅബ മാത്രം മതി. ലക്ഷോപലക്ഷം 24 മണിക്കൂറും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ആരാധനാലയ ലോകത്തുണ്ടെങ്കിൽ കഅബ ശരീഫ് അല്ലാതെ വേറെ എവിടെയുള്ള? ലക്ഷോപലക്ഷം ഒരേ സമയം ഒഴിവില്ല. മഴയാകട്ടെ, വെയിലാകട്ടെ, ഇടിയാകട്ടെ, മിന്നലാകട്ടെ, എന്തും ആകട്ടെ. അതേപോലെ ആ ഹജറുൽ അസ്വദ് മുത്തുന്ന ക്യൂ ഏത് സമയത്തും, അത് ഏതെങ്കിലും ഒരു സമയത്ത് ഒഴിഞ്ഞ സമയമുണ്ടോ? ഏതെങ്കിലും ഒരു സമയത്ത് ഒഴിഞ്ഞ സമയമുണ്ടോ? ഒരു സമയം ഒഴിഞ്ഞതില്ല. സദാസമയവും ആ ഹജറുൽ അസ്വദ് മുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധമായ കഅബ ഷരീഫിനെ വലയം ചെയ്ത് ആ കഅബയിലേക്ക് മുത്തിക്കൊണ്ടിരിക്കുന്ന ആ കഅബ ഷരീഫിനെ പരിചയപ്പെടുത്തിയത് അള്ളാഹു. ആ പ്രവാചകനിലൂടെ മനസ്സിലാക്കി കൊടുത്തു. പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചെന്നു. ആ കഅബ ഷരീഫിൽ ഖുർആൻ ഇറക്കി. ആ ഖുർആൻ നമ്മളിലേക്ക് അള്ളാഹു നമുക്ക് എത്തിച്ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ ആ ഖുർആനിൽ നന്മയേതാണ് തിന്മയേതാണെന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. നന്മ സ്വീകരിച്ചാൽ അവൻ രക്ഷപ്പെടുമെന്നും തിന്മയാണ് നീ സ്വീകരിക്കുന്നതെങ്കിൽ നാളെ ആഖിറത്തിൽ നീ തീരാ നഷ്ടവാളിയാകുമെന്നും ഇത് രണ്ടും പരിശുദ്ധ ഖുർആൻ കൊണ്ട് നബിയുന റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്, മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ ഖുർആനു ശാഫിഉൻ മുശഫഉൻ ബാഹിലും മുസദ്ദഖുൻ ഫമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന വമൻ ജഅലഹു ഖൽഫഹു സാഖഹു ഇലൻ നാർ ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ എന്താണ്? 2 കാര്യമാണ് ഖുർആൻ ശാഫിഉൻ മുശഫഉൻ. ഒന്നുകിൽ നാളെ നമുക്ക് അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ന്യൂ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ നമുക്കൊക്കെ സാക്ഷ്യം പറയും ഖുർആൻ. നീ ആരായിരുന്നു ദുനിയാവിൽ, എത്ര നാൾ ജീവിച്ചു, നീ എന്തൊക്കെയായിരുന്നു? ഖുർആൻ നമുക്കെതിരെ നാളെ സാക്ഷ്യം പറയും. എതിര് പറയല്ലേ അല്ലാ, അനുകൂലമാക്കി തരണമേ അല്ലാ, അനുകൂലമാക്കണേ അല്ലാ, എതിരാളിയാക്കല്ലേ അല്ലാ, ഖുർആൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. ഖുർആൻ നമുക്ക് നാളെ എതിര് നിന്നാൽ നമ്മൾ നശിച്ചത് തന്നെ, തകർന്നത് തന്നെ. യജീഉ യൗമൽ ഖിയാമത്തി അൽ മുസ്ഹഫ്. ഖിയാമത്ത് നാളിൽ ഖുർആൻ കടന്നു വന്നിട്ട് വിളിച്ചു പറയും, യാ റബ്ബി പടച്ചവനെ, ഹറഖൂനി വമസ്സഖൂനി. എന്നെ കീറിക്കളഞ്ഞവരാണ്, എന്നെ അവമതിച്ചവരാണ്, എന്നെ അപമാനിച്ചവരാണ്, എന്നെ നശിപ്പിച്ചവരാണ്, അല്ലാഹുവേ എന്നെ കത്തിച്ചു കളഞ്ഞവരാണ് ഈ വിഭാഗമെന്ന് ഖുർആനിനെ ആദരിക്കാത്തവർ, ഖുർആനിനെ ഓതാത്തവർ, ഖുർആനിക ആശയാദർശങ്ങളോട് കൂറ പുലർത്താത്തവർക്കെതിരെ ഖുർആൻ നാളെ പറയുമെന്ന് ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. ഖുർആൻ നമുക്കെതിരെ നിൽക്കുന്ന ഒരു വാക്കാണ്. ഖുർആൻ നാളെ വരും, റബ്ബിൻ്റെ കോടതിയിൽ മറുപടി പറയാം. ഖുർആനും വരും, മസ്ജിദും വരും, പള്ളിയും വരും. പള്ളി കമ്മിറ്റിക്കാരെല്ലാം പൊക്കും. ഏതേത് പള്ളിയിൽ ഏതേത് കമ്മിറ്റിക്കാർ ഏതേത് വർഷങ്ങൾ ഇരുന്നിട്ടുണ്ടോ ആ പള്ളി അടക്കം ലിഫ്റ്റ് പോലെ പൊക്കിയെടുക്കും. കമ്മിറ്റി ഓഫീസെല്ലാം പൊക്കും, അള്ളാൻ്റെ മുന്നിൽ കൊണ്ടുവരും, ഇറങ്ങി വയ്ക്കാൻ പറയും. എത്ര പേര് വാങ്ങ് വിളിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്, എത്ര പേരും സഫ് പള്ളിക്കകത്തേക്ക് പോകുന്നുണ്ട്, ഇതൊക്കെ അന്ന് ക്യാമറയിൽ കാണാൻ പറ്റും. ഇതേപോലെ തന്നെ ക്യാമറ ഉണ്ട് അവിടെ. ഞങ്ങളിപ്പോൾ സ്കൂളിലും ഇവിടേക്കൊക്കെ പോകുമ്പോൾ CCTV നിരീക്ഷണത്തിലാണെന്ന് എഴുതി വെക്കുന്നില്ലേ? ഇത് അള്ളാഹ് നേരത്തെ എഴുതിയതാ ഖുർആനിനകത്ത്. അള്ളാഹ് നേരത്തെ എഴുതിയ കുല്ല ഇൻസാൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ കിതാബാ. ഓരോ മനുഷ്യന്റെയും കഴുത്തിൽ നാം അവന്റെ ഭാഗധേയം എഴുതി നിർണയിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം നാം കൊളുത്തിയിട്ടുണ്ട്. നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ CCTV ഘടിപ്പിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു സാധനം അതാണ്, ചിപ്പ്. കേട്ടിട്ട് കൊടുത്താൽ എപ്പോഴെടുക്കുക? വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നാം അത് പുറത്തെടുക്കും. കിതാബാ,
പുസ്തക രൂപത്തിലാണ് കേട്ടോ. അത് MP3 MP4 MP5 ഒന്നും ആക്കാൻ പറ്റൂല സംഭവം. അത്രയ്ക്കും ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് വലിയൊരു കിതാബാക്കി എഴുതി വയ്ക്കും, മുഴുവൻ വലിയൊരു കിതാബാക്കി തലയിൽ കൊണ്ടുവയ്ക്കും, വായി തുറന്നു വയ്ക്കും, മലക്കൾ കൊണ്ടുവരും. വലിയ ശൂലമൊക്കെ ആയിട്ട് വലിയ കമ്പിപ്പാരയൊക്കെ ആയിട്ട് മലക്കൾ ഇത് വലിയ വണ്ടിയിൽ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് പറയും, തുറന്നു തരും, വായിക്കും, നിന്റെ പുസ്തകമാണ് വായിക്കുന്നത്. അല്ലാഹ്, അത് ഡിജിറ്റൽ പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുക സംഭവം. ചെയ്തതും ഒക്കെ നഊദുബില്ല, അല്ലാഹ് നമ്മളെ അപമാനിക്കാതിരിക്കട്ടെ. രാത്രി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണേ എൻ്റെ പൊന്ന് സഹോദരാ സഹോദരി. നമ്മൾ ചെയ്തതൊക്കെ നാളെ CD ഇട്ടവങ്ങാനോ അല്ലാഹ് കാണിക്കാൻ നിന്ന നാണം കെട്ടുപോകും. നഊദുബില്ല, പഠിച്ചവൻ കാക്കട്ടെ. പഠിച്ചവനെ ഓരോ സമയത്തും ദുആ ചെയ്യണം. അല്ലാഹുമ്മ ലാ തഫ്ളഹ്നാ ബൈന റഊസിൽ ഖലായിഖി വലാ ഫി ദുനിയ വലാ ഫിൽ ആഖിറ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ നാണം കെടുത്തല്ലേ. നബി തങ്ങൾ ചെയ്ത ദുആയ പിന്നെ നമ്മൾ ദുആ ചെയ്യണ്ടേ? നമ്മൾ ചെയ്ത് രഹസ്യമായിട്ടൊക്കെ ചെയ്തതൊക്കെ CD-ക്കകത്തിടാൻ എന്തായിരിക്കും അങ്ങ്. ഇപ്പം ക്ലിപ്പിടുന്ന മൊയിലാക്കന്മാരില്ലേ, ഓരോരുത്തരുടെ ക്ലിപ്പെടുത്തിട്ടിട്ട് മനുഷ്യനെ നാണം കെടുത്തുന്നവന്മാർ, അവമാനിക്കാൻ വേണ്ടി. ഏതൊക്കെ അവന്മാർ എന്തോ ആകട്ടെ, ആരും കളിയാക്കാനും ആരെയും കളിപ്പിക്കാനും ആർക്കും അവകാശമില്ല. എന്തിനാ ഈ പണിക്ക് പോകണം? ഈ ക്ലിപ്പിങ് പരിപാടിക്ക് എന്തിനു പോകണം? ആരായി നല്ലവന്മാർ? ഈ ദുനിയാവിൽ ആരാ നല്ലവന്മാർ? ഞാൻ നല്ലവനാണ്. എൻ്റെ ഈ നല്ല കോലമല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. വീട്ടിൽ പോയ എൻ്റെ കോലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം പകൽ വന്നാൽ മതി എൻ്റെ കോലം യഥാർത്ഥം നിങ്ങൾ കാണണമെങ്കിൽ. പിന്നെ വാതിന് വരുമ്പോൾ ഞാൻ പിന്നെ ബർമൂട ഇട്ടുകൊണ്ട് വരാൻ പറ്റൂലല്ലോ. വാതിന് വരുമ്പോൾ വലിയൊരു ഷാള് ഓടുന്നെടുത്ത് വലിയൊരു ജുബ്ബൊക്കെ ഇട്ട് വലിയ ഷേഖുനായിട്ട് ഞാൻ ഇങ്ങോട്ട് വരും, ദീൻ പറഞ്ഞിട്ട് പോകും. പിന്നെ പോയിട്ട് എൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്കെന്നെ അറിയില്ല. പിന്നെ ആരാ നല്ലവന്മാർ? അതുകൊണ്ട് ആരെയും കളിയാക്കുകയും പരിഹസിക്കുകയും ഒന്നും വേണ്ട. നമ്മളൊക്കെ ദീൻ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുടെ പൊരുത്തം ചോദിക്കണം. അള്ളാഹ് ഓരോ സമയവും അള്ളാഹു നീ മാപ്പാക്കണേ എന്ന് പൊരുത്തം ചോദിക്കണം. എന്താ സെക്രട്ടറി, സമയമായോ? നിർത്താൻ സമയമായോ? പിന്നെ നിർത്താൻ സമയമായി. പോലീസുകാർ ഇങ്ങനെ ഓടി നടക്കുക മൊയിലാക്കന്മാരെ പിന്നാലെ എല്ലാം ഊരി വിടുകയാണ്. 10 കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ള ദുആയ മജ്‌ലിസിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് വണ്ടി കണ്ടാൽ അപ്പോഴേ വണ്ടി വാതങ്ങ് നിർത്തുക. വടക്കോട്ടൊക്കെ പോകുമ്പോൾ ഒക്കെ ഊരി വിടുകയാണ് സംഭവം. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ നമുക്ക് എതിര് നിൽക്കും. നാളെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, അൽ ഖുർആനു ശാഫിഉൻ മുശഫഉൻ. ഒന്നുകിൽ ഖുർആൻ നമുക്ക് അനുകൂലമായി നാളെ സാക്ഷ്യം വഹിക്കുമത്രേ, ഇല്ലെങ്കിൽ മാഹിലും മുസദ്ദിഖുൻ, നമുക്ക് എതിരായി നാളെ സാക്ഷ്യം വഹിക്കുമത്രേ. നഊദു ബില്ലാ, അല്ലാഹു ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ഫമൻ ജഅലഹു അമാമഹു, ആരെങ്കിലും ആ പരിശുദ്ധ ഖുർആനിനെ മുൻനിർത്തി പ്രവർത്തിച്ചാൽ ഖാദഹു ഇലൽ ജന്ന, നാളെ ആ ഖുർആൻ അവനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മുന്നിൽ നിർത്തണം ഖുർആനെ മുന്നിൽ നിർത്തിയിട്ട് നമ്മൾ പറയപ്പെടണം എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ പറയുന്ന വഴികളിലൂടെ സഞ്ചരിക്കണം. ആരാണ് നല്ല കൂട്ടുകാരൻ, ആരാണ് നല്ല കൂട്ടുകാരി, ഏതാണ് ഹലാല്, ഏതാണ് ഹറാമ്, ഏത് കാണാം, ഏത് കാണരുത്, കണ്ടുപോയി എന്ത് ചെയ്യണം, തൊട്ടുപോയി എന്ത് ചെയ്യണം, കടിച്ചുപോയി എന്ത് ചെയ്യണം, പിടിച്ചുപോയി എന്ത് ചെയ്യണം, എല്ലാം ഖുർആനിലുണ്ട്. ഇമാമ മുന്നിൽ നിൽക്കല്ലേ ഖുർആൻ പറഞ്ഞു തരും. ഫമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന, ഖുർആനിനെ മുൻനിർത്തി ആരാണോ പ്രവർത്തിക്കുന്നത് ആ ഖുർആൻ അവനെ നേരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമത്രേ. മറിച്ച് ഫമൻ ജഅലഹു ഖൽഫഹു സാഖഹു ഇലന്നാർ, ഖുർആനിന്റെ പിറകിലെ ഖുർആനിന്റെ മുന്നിലാണ് അവൻ നിൽക്കുന്നത്, അവന്റെ പിന്നിലാണ് ഖുർആൻ നിൽക്കുന്നതെങ്കിൽ അവനെ ആ ഖുർആൻ തള്ളി നാളെ നരകത്തിലേക്ക് കൊണ്ടെറിയുമത്രേ. നഊദു ബില്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെയാണ് പ്രശ്നം. മുന്നിൽ നിൽക്കുന്നവരാരൊക്കെയാണ്? പരിശുദ്ധമായ ഖുർആനെ മുറുകെ പിടിച്ചുകൊണ്ട് ഖുർആനിൽ അള്ളാഹു ഹലാലാക്കിയതിനെ ഹലാലാക്കുകയും ഹറാമായതിനെ ഹറാമാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളാണ് ഖുർആനിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഖുർആനിനെ ഇമാമായിട്ട് മുന്നിൽ നിർത്തുന്നത്. അതാണ് നാളെ ഖബറിൽ ചോദിക്കുന്നത്, ആരാ നിങ്ങളുടെ ഇമാമെന്ന് ചോദിച്ചാൽ ഖുർആനാണെന്ന് പറയും. ഇമാമാന്ന് ആരാന്ന് ചോദിച്ചാൽ ഹൈദറൂസ് മുസ്ലിയാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ? എന്തുകൊണ്ടാണ് ഖുർആനെ ഇമാമെന്ന് വിളിക്കാൻ കാരണം? ഇമാമ മുന്നിൽ നിന്നുകൊണ്ട് ഖുർആൻ സാധനം മുന്നിൽ നിന്നിട്ട് നമ്മൾ അതിൻ്റെ പിന്നിൽ നിന്ന് തുറന്നവരും പ്രവർത്തിച്ചോണം. അതുകൊണ്ടാണ് ഈ CCTV ക്യാമറ നാളെ അള്ളാഹ് എടുത്തു തരുന്നത്. എന്ന് ഖിയാമത്ത് നാളിൽ ആ ചിപ്പിങ് എടുക്കുമല്ല ഓരോരുത്തരുടെ ഖബറിൽ പോകുമ്പോൾ എടുക്കുമെന്നൊരു അതീതുണ്ട്.
وَنُخْرِجُ لَهُ يَوْمَ الْقِيَامَةِ كِتَابًا يَلْقَاهُ مَنْشُورًا. എന്നിട്ട് നമ്മൾ തുറന്നു വെച്ചിട്ട് വായിക്കടോ എന്ന് പറയും. മാ ലിഹാദൽ കിതാബ്, അല്ലാത്ത സംഭവം ഉടച്ചോനെ, എന്ത് കിതാബാള്ള ഇത് പടച്ചോനെ. ഇതിൽ വൈറസ് കയറിയിട്ടില്ലേ? ഈ സീഡിക്കകത്ത് പൂപ്പ് പിടിച്ചിട്ടില്ലേ? സ്ക്രാച്ച് സംഭവിച്ചിട്ടില്ലേ? എന്താ ഇത് പടച്ചോനെ? മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ ഹസാഹാ. ഒരു കുറവുമില്ലാതെ ഒരു ന്യൂനതയുമില്ലാതെ ഞാൻ ചെയ്തത് മുഴുവനും പ്രവർത്തിച്ചത് മുഴുവനും അല്ലാഹുവേ ഇതിൽ കാണാമല്ലോ പടച്ച തമ്പുരാനെ. ഇതൊരു വല്ലാത്ത സംഭവമാണ്, ഇതൊരു വല്ലാത്ത സംഭവമാണ്. എല്ലാം വന്നില്ലേ? ടി വിയിൽ വരൂലേ എന്ന് ചോദിക്കുന്ന പോലെ വന്നില്ലേ? നാളാഖിറത്തിൽ വരൂലേ? ഈ പുസ്തകം മൊത്തം വരും. വായിരടാ, നിന്റെ അടക്കം വായിക്കടാ. നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. രാത്രി ഒരിത്തിരി ഒന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റൊന്ന് കരയണേ, ഇല്ലെങ്കിൽ അവളെ നാണം കെടുത്തി കളയും. നഊദു ബില്ലാ അവളെ നാണം കെടുത്തി കളയും. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. ഫലറകഅതാനി മിനസ്സലാത്തി ബിലൈലത്തിൻ കൻസും ബിദാരിൽ ഖുൽദി അദ്വമ അംബലാ. ഫലറകഅതാനി ബിസലാത്തിൻ ബിലൈലത്തിൻ കൻസും ബിദാരിൽ ഖുൽദി അദ്വമ അംബലാ. പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നീ നമസ്കരിച്ചു കഴിഞ്ഞാൽ നിനക്ക് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ നാളെ ഒരു നിധിയായി ഇത് മാറുമത്രേ. ഫസ്തഗ്ഫിറന്ന മിനൽ കുനൂസി ലിഫാഖത്തിൻ തഅതി അലൈക വലാ നസീബ വലാ. ഫസ്തഗ്ഫിറന്ന മിനൽ കുനൂസി ലിഫാഖത്തിൻ ലാ യഅതി അലൈക വലാ നസീബ വലാ. നാളെ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരു ദിവസം വരും, പട്ടിണിയിലാകുന്ന ഒരു ദിവസം വരും. ആരുമില്ലാത്ത, സഹായിക്കാൻ ആരുമില്ലാതെ എല്ലാവരും കൈവെടിയുന്ന ഒരു ദിവസം വരും. അതാണ് നിന്റെ യഥാർത്ഥ ദാരിദ്ര്യത്തിന്റെ ദിവസം. അന്ന് നിന്റെ ഉപ്പ കാണില്ല, ഉമ്മ കാണില്ല, നിന്റെ ഭർത്താവോ ഭാര്യയോ കാണില്ല, നിന്റെ സഹപ്രവർത്തകരോ സഹയാത്രികരോ കാണില്ല, നിന്നെ പിഴപ്പിച്ചവൻ കാണില്ല, നിന്നെ നശിപ്പിച്ചവൻ കാണില്ല, നിനക്ക് മദ്യം വാങ്ങി തന്നവൻ കാണില്ല, നിനക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പ്രചോദനം നൽകിയവൻ കാണില്ല. ആരുമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു ദിവസത്തെ കുറിച്ചാണ് ഫാഖത്ത്, ദാരിദ്ര്യം എന്ന് പറയുന്നത്. ആ ദാരിദ്ര്യത്തിന്റെ ദിവസം നാളെ മഹ്ശറയാണ്. ആ മഹ്ശറയിൽ ആരും നിന്നെ സഹായിക്കാനില്ലാത്ത ദിവസത്തിൽ നിന്നെ സഹായിക്കാൻ എത്തുന്നത് പാതിരാത്രിയുടെ 2 റക്അത്ത് നമസ്കാരമാണ്. ഫലറകഅതാനി മിനസ്സലാത്തി ബിലൈലത്തിൻ തഅതി അലൈക മിനൽ കുനൂ തഅതി അലൈക വലാ നസീബ വലാ. നിന്നരികിലേക്ക് അത് വരും. വലാ നസീബ വലാ. നിന്റെ കുടുംബക്കാരനോ ഗോത്രക്കാരനോ സഹായിയോ നിന്നെ സഹായിക്കാതിരിക്കുമ്പോ നിന്നെ സഹായിക്കാൻ വരുന്നത് ആ പാതിരാത്രിയിൽ 2 റക്അത്ത് നിസ്കാരമാണ്. 2 റക്അത്ത് നിസ്കാരം. കുടിച്ചു കൂത്താടി മദ്യപിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പാതിരാത്രി 1 മണി വരെ 2 മണി വരെ വാട്സപ്പ് ഫേസ്ബുക്കിലൂടെ കളിച്ചിട്ട് രാത്രി സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന യുവത്വമേ, നാളെ സുബഹി മുടക്കിയതിന്റെ പേരിൽ നിന്റെ ജീവിതത്തിൽ അല്ലാഹു ഒരു നന്മയും നൽകുകയില്ല. 12 മണി വരെ 1 മണി വരെ നീ ഫേസ്ബുക്കിന്റെ മുന്നിൽ കുത്തിയിരുന്നിട്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ നിന്നെ ഹാജരാക്കുമ്പോ അല്ലാഹു നിന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, പരിശുദ്ധ ഖുർആൻ ഒരു ജുസ് നീ പാരായണം ചെയ്തോ? അല്ലാഹുവേ, അതിന് സമയം ലഭിച്ചിരുന്നില്ല നാദാ എന്ന് നീ റബ്ബിന്റെ മുന്നിൽ പറയുന്ന സമയത്ത് 12-1 മണി വരെ വാട്സപ്പ് കളിച്ചതിന്റെ തെളിവ് അല്ലാഹു എടുത്തുകൊണ്ടുവരികയാണ്. ലാസ്റ്റ് സീൻ അല്ലാഹു കാണിച്ചു തരും. 29/12/2017 ലാസ്റ്റ് സീൻ 12:45. ഇത്രയും സമയം ഉണ്ടായിരുന്നല്ലോ മോനെ. ഒരു 1/4 ജുസ് നീ ഖുർആൻ ഓതിയിട്ടുണ്ടോടാ?
ഒരു സൂറത്ത് നീ ഓതിയിട്ടുണ്ടോ? ഒരു 100 ആയത്ത് നീ ഓതിയിട്ടുണ്ടോ? ഈ ഖുർആൻ നിനക്ക് വേണ്ടിയുള്ള വഴികാട്ടിയ ഗ്രന്ഥമല്ലേ, നിന്നെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വന്ന ഗ്രന്ഥമല്ലേ? നീ ഒരു 100 ആയത്തെങ്കിലും ഓതിയിട്ടുണ്ടോ? രാത്രി എല്ലാ ദിവസവും നിന്റെ 1 മാസത്തെ മൊത്തം കണക്ക്, 1 വർഷത്തെ മുഴുവൻ കണക്കുള്ള എടുക്കുമ്പോൾ എല്ലാം ലാസ്റ്റ് സീൻ 12:50, 11:50, 12:45, 2:45 എല്ലാം. ഒരു 15 മിനിറ്റ് ഖുർആൻ ഓതാൻ നിനക്ക് സമയമില്ല അല്ലേ? കുടുങ്ങിപ്പോയി. വലാ നസീബ വലാ വലാ, ആരുമില്ല സഹായിക്കാൻ, ആരുമില്ല സഹായിക്കാൻ, ആരുമില്ല സഹായിക്കാൻ. അവിടെ സഹായിക്കാൻ, നിന്നെ സഹായിക്കാം. 2 റക്അത്ത് രാത്രി എഴുന്നേറ്റ് സ്കെച്ച് പൊട്ടിക്കറിഞ്ഞിട്ട് പടപടച്ചവനെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, മാപ്പാക്കണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ പറയണം. ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത് എന്താണ്? യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ വആതൈനാഹുൽ ഹുക്മ സബിയാ വഹനാനം മിൻ ലദുന്നാ വസകാ വകാന തഖിയാ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സക്കറിയ നബിയുടെ പൊന്നുമോനല്ലയോ? ചെറുപ്പക്കാരനാണ്, യുവകോമളനാണ്, യുവത്വം തുടിക്കുന്ന ന്യൂ ജനറേഷന്റെ മകനാണ്. ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ചെറുപ്പക്കാരനായിരിക്കെ ഒരുപാട് ആഗ്രഹങ്ങളും ആവേശങ്ങളും മോഹങ്ങളും ഉണ്ടാകുമെന്നാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്. പക്ഷേ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പോലും പറഞ്ഞത്, യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണാൻ ചന്തമുള്ളവനാണ്, കാണാൻ രസമുള്ളവനാണ്, തൊലിവെളുത്ത പഞ്ചാരക്കുട്ടനാ, നാളെ സ്വർഗത്തിന്റെ നേതാവാണ്. കാരണം എന്താണ്? കാരണം എന്താ? വലാ യസ്തഹി വമാ അമില ബിഖതിയാ വലാ ഹമ്മ ബിഖതിയാ വലാ ഹാകത ഫീ സദ്രിഹി ഇംറാ. ഒരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത, ഒരു പെണ്ണിനോട് ആഗ്രഹം പോലും ഇല്ലാത്ത, ഒരു പെണ്ണിനോട് മോഹം പോലും ഇല്ലാത്ത, ഒരു പെണ്ണിനെ മനസ്സിൽ സൂക്ഷിക്കാത്ത, ഒരു കുതന്ത്രങ്ങളുമില്ലാത്ത നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമയാണ് മഹാനായ യഹ്യാ. ആ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ കാലഘട്ടത്തിൽ ഒരുപാട് പെണ്ണുങ്ങൾ മോഹിച്ചില്ലേ, സ്നേഹിച്ചില്ലേ? അവരെ മുഴുവനും പുറങ്കാല് കൊണ്ട് തട്ടിക്കളഞ്ഞില്ലേ? കാമുകിമാരുടെ പിന്നാലെ പോകുന്ന യുവത്വമേ, യുവത്വമേ, ന്യൂ ജനറേഷനേ, പരിശുദ്ധ ഖുർആൻ നിനക്കൊരു തെളിവാണ് ചെറുപ്പക്കാരാ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിന്നേക്കാൾ എത്രയോ സൗന്ദര്യവാനാണ്. ആ നാട്ടിലെ പൊന്നു സ്ത്രീകൾ പോലും, ആ നാട്ടിലെ ഓരോ പെണ്ണു പോലും യഹ്യാ നബിയോടൊപ്പം അല്പം ഇരിക്കാൻ കൊതിച്ചിട്ടുണ്ട്, അല്പം വിശ്രമിക്കാൻ കൊതിച്ചിട്ടുണ്ട്, യഹ്യയെ ഒന്ന് സ്പർശിക്കാൻ കൊതിച്ചുപോയി. പക്ഷേ വലാ ഹാകത ഫീ സദ്രിഹി ഇംറാ, യഹ്യാ നബിയുടെ മനസ്സിൽ ഒരു പെണ്ണിനെ കുറിച്ചൊരു ചിന്ത പോലുമില്ല. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ആദരവായ നബി തങ്ങൾ പോലും വിളിച്ചു പറഞ്ഞില്ലേ, സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന അൽ ഹസൻ വൽ ഹുസൈൻ ഇല്ലാ ഇബ്നതൈൽ ഖാലാ യഹ്യാ ഇബ്ന സക്കരിയാ വമറിയം ഇബ്നത ഇമ്രാൻ. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട ഇമ്രാന്റെ മകനായ ബഹുമാന ഈസ ഇബ്നു മറിയം, മറിയമിന്റെ മകനായ ഈസ നബി അലൈഹിസ്സലാം, ഈ 2 പേരാണ് എന്റെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈനേക്കാൾ സ്വർഗലോകത്ത് പരിലസിക്കുന്നത്. അവരാണ് യുവാക്കളുടെ നേതാക്കൾ, അവരാണ് യുവത്വം തുളുമ്പുന്ന നേതാക്കൾ, അവരാണ് യുവതാരങ്ങളെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം എന്താണ്? ഒരു പെണ്ണിനെ കുറിച്ചൊരു ചിന്ത പോലും ജീവിതത്തിൽ ഉടലെടുക്കാത്തവരായിരുന്നു മഹാനായ യഹ്യാ നബിയും മഹാനായ ഈസ നബിയും. 33 വയസ്സുള്ള ഇളം പ്രായത്തിൽ ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശ ലോകത്തേക്ക് അല്ലാഹു ക്ഷണിച്ചില്ലേ? ഇനി ഈ ഭൂമിയിലേക്ക് തന്നെ ബഹുമാനപ്പെട്ട ഈസ നബി ഇറങ്ങി വരികയോ, ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം 7 വർഷക്കാലം ജീവിക്കുമെന്ന് പരിശുദ്ധ ഹദീസിലൂടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇവരാണ് നാളെ സ്വർഗത്തിൽ നേതൃത്വം കൊടുക്കുക. അതിനുശേഷമാണ് എന്റെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇവര് കഴിഞ്ഞിട്ട് എന്റെ പേരക്കിടാങ്ങൾക്ക് സ്ഥാനമുള്ളൂ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരു പെണ്ണായിട്ടൊരു ബന്ധമില്ല. ആ നാട്ടിലെ രാജാവ്
യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ നാട്ടിലെ രാജാവ് പെണ്ണിനെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വലിയൊരു സുന്ദരിയെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ശാരീരിക ഇച്ഛയ്ക്ക് വിളിച്ചു കൊണ്ടുവന്നു. ആ പെണ്ണ് വെച്ച ഡിമാൻഡ്, യഹിയയുമായിട്ട് ഒരു ദിവസം എനിക്ക് കിടക്കണം, അതിനെ സമ്മതിച്ചാൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വരാം. രാജാവിനോട് പറഞ്ഞു ഒരു ദിവസം. ഞാൻ മിസ് ഇന്ത്യയെ പോലെ, അന്നത്തെ മിസ് വേൾഡ് ആയിരിക്കും അന്നത്തെ സാധനം. നമുക്കറിയാലോ ഇതെല്ലാം പൊള്ളയ സാധനം. എന്തുകൊണ്ടാണ് ഇതിനൊക്കെ മിസ്സാക്കി ഇതിനെ വേൾഡിലും ഇതിനൊക്കെ ഇന്ത്യയിലൊക്കെ ഇത്രയും വലിയ പൊക്കി പിടിക്കാനുള്ള സാധനം? അതന്നെ, തുണിയില്ലാതെ നിന്നാൽ മിസ് വേൾഡായി, തുണി എടുത്ത് നിന്നാൽ ബാഡ് വേൾഡായി, ബാഡ് ഹ്യൂമൺ. എൻ്റെ അർത്ഥം അല്ല, എൻ്റെ അർത്ഥം ഉള്ള കാക്കട്ടെ. എന്തായാലും സുന്ദരിയായൊരു പെണ്ണായിരുന്നു. ആ സുന്ദരിയായ പെണ്ണിനെ രാജാവ് ഇഷ്ടപ്പെട്ടു. രാജാവിൻ്റെ റൂമിലേക്ക് വിളിച്ചു. ആ പെണ്ണ് വെച്ച ഡിമാൻഡ്, യഹിയ നബിയായിട്ട് ഒരു ദിവസം എനിക്ക് സൗകര്യം ഒരുക്കി തന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം കിടക്കാം. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവന്നു. യഹ്യ ഒരു ദിവസം ചെറുപ്പക്കാരനാണ്. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നടക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ദുആറുന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഓരോ ചെറുപ്പക്കാർ, ന്യൂ ജനറേഷൻ 10 ഓതുവാണ്. ലൈനടിക്കുന്ന പെണ്ണിനെ കബൂലാക്കി കിട്ടാൻ ദുആറക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിനെ ഏൽപ്പിക്കുകയാണ്. അതിനൊരു ദുആ പറഞ്ഞുതരാം, ചെറുപ്പക്കാരനെ സമീപിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനത്തിന് കിട്ടാൻ വേണ്ടി ഒരു ദുആ. അതിൻ്റെ ഒരു ദുആ കണ്ടു. എത്ര ദുആ വേണം? ബഹുമാനപ്പെട്ട യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാധ്യ അല്ല എന്ന് പറഞ്ഞു. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാന പെണ്ണ് പറഞ്ഞ വാക്ക്, യഹിയായെ കിട്ടിയില്ല എങ്കിൽ യഹിയായുടെ തല അറുത്ത് ഒരു തളികയിൽ കൊണ്ട് എൻ്റെ മുന്നിൽ കൊണ്ടുവന്നാൽ ഞാൻ അങ്ങയോടൊപ്പം ക്ഷയിക്കാൻ തയ്യാറാണ്. അവസാനം യഹ്യ നബി അങ്ങനെയാണ് തല അറുത്ത് മാറ്റിയത്. ഒരു പെണ്ണിന്റെ മുന്നിൽ സർവവും സമർപ്പിക്കാൻ തയ്യാറാകാത്ത യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന യുവകോമളൻ, നബി തങ്ങൾ പറഞ്ഞ വാക്ക, നല്ല മുഖ സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു. ചെറുപ്പക്കാരൻ സുന്ദരക്കുട്ടൻ. ആ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തലയർത്ത് തരണമെന്ന ആ കാലഘട്ടത്തിലെ സുന്ദരി പറഞ്ഞപ്പോ രാജാവ് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തലയറുത്തൊരു ഭക്ഷണ തലകയിൽ വെച്ചുകൊണ്ട് കൊടുത്തു. അപ്പോഴാണ് പെണ്ണ് രാജാവിനെ കീഴ്പ്പെട്ടത്. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം, എന്നാൽ എൻ്റെ തലയറുത്ത് കഴുത്തറുത്ത് മാറ്റിയാലും ഒരു പെണ്ണിനെ ഞാൻ മോഹിക്കുകയില്ല, അനധികൃതമായി അനാവശ്യമായി ഞാൻ ഇഷ്ടപ്പെടുകയില്ല എന്ന് ശാഠ്യം പിടിച്ചു ബഹുമാനപ്പെട്ട യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് സ്വർഗത്തിൽ 1ാമത്തെ സ്ഥാനം യുവാക്കളിൽ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ. നടക്കോ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ? നമ്മൾ കഴുത്തറക്കാനും പോകില്ല, ഒന്നും ഇറക്കാനും പോകില്ല. എന്താ വേണം? രാജാവ് ഒന്ന് നിർബന്ധിക്കണം. രാജാവ് രഹസ്യമായിട്ട് വേണമെങ്കിൽ പൈസ എന്നെ നിർബന്ധിക്കാൻ വേണ്ടിയിട്ട്, അത് വേണമെങ്കിൽ നമ്മൾ പറയും, നിർബന്ധിക്കണം അതിന് വേണ്ടിയിട്ട്. നമ്മൾ മുസ്ലിയാരായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവൻ നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ പേടിച്ചങ്ങനെ ചെയ്താണെങ്കിലും പറയാമല്ലോ. നഊദു ബില്ലാഹ്, അല്ലാഹു ഫിത്ന ഫസാദ് എന്ന് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബഹുമാനപ്പെട്ട യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ സ്വർഗത്തിൻ്റെ യുവനിരയിൽ നമ്പർ 1. സഹോദരിമാരെ, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖദീജ ബീവി കൊടുക്കാൻ ശ്രമിച്ചില്ലേ? സലീഖ ബീവി കൊടുക്കാൻ ശ്രമിച്ചില്ലേ? ആ സലീഖ ബീവിയിൽ നിന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഖാല മഅദല്ലാഹ്, അല്ലാഹ് ഞാൻ പേടിക്കുന്നു പെണ്ണേ, സലീഖ എന്നെ തൊട്ടുപോകരുത്, ഞാൻ അല്ലാഹയെ പേടിക്കുന്നു. എന്താ? وراودته التي هو في بيتها وغلقت الأبواب وقالت هيت لك. കഥയൊക്കെ അടച്ചിട്ട് സലീഖ വിളിച്ച്, യൂസുഫ് വാ. മര്യാദക്ക് കഥവ് തുറന്നു. ഓടി അങ്ങോട്ടും ഇങ്ങോട്ട് യൂസുഫ്, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അത്തോട്ടോടി ഇങ്ങോട്ടോടി, കഥ തുറക്കാൻ നോക്കുന്നു. അവിടെ ഓടി ഇവിടെ ഓടി, പിടിയും വലിയും ബഹളവും ഒക്കെ ഒപ്പാരവും. قال معاذ الله إنه ربي أحسن مثواي. എടീ പെണ്ണേ, എനിക്ക് അല്ലാഹു ഒരു നല്ല ജീവിതം നൽകിയിട്ടുണ്ട്, അതിനെ തകർക്കരുതേ, നശിപ്പിക്കരുതേ. അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവൽ തേടുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സലീഖയെ അവിടെ പരാജയപ്പെടുത്തി. ഓടി, അസ്തബഖൽ ബാബ്, വാതിൽ വരെ ഓടി, പുറകെ കയറി പിടിച്ചു, ഉടുപ്പ് കീറിപ്പോയി. ചരിത്രമൊക്കെ അറിയാമല്ലോ. അവിടെ യൂസുഫ് നബിയാണ് വിജയിച്ചത്, പെണ്ണ് തോറ്റുപോയി.
ചെറുപ്പക്കാർക്കൊരു ഉദാഹരണമാണ്. ഇനി ചെറുപ്പക്കാർക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രം ഒരുപാടുണ്ട്. ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ അർളി അർബഅത ഖുതൂത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഭൂമിയിൽ 4 വര വരയ്ക്കുകയാണ്. ശേഷം അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുന്നു, അതദറൂന മാ ഹാദാ, നിങ്ങൾക്കറിയോ സഹാബ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ബഹുമാനപ്പെട്ട സഹാബാക്കൾ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, ഇല്ല നബിയേ. ഹബീബ റസൂലുള്ളാഹി തങ്ങൾ ഒന്നാമത്തെ വരയിൽ കൈവച്ചിട്ട് പറയുകയാണ്, അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന ഖദീജത്തു ബിൻതു ഖുവൈലിദ്. സ്വർഗ്ഗനിരകളിൽ ഒന്നാമത്തെ സ്ത്രീരത്നങ്ങളിലെ നേതാവാണ് ഖുവൈലിദിന്റെ മകൾ ബീവി ഖദീജ. അത് എന്റെ പ്രിയങ്കരിയാണ്, എന്റെ തരുണിയാണ്, എന്റെ സഹധർമ്മിണിയാണ്. സ്വർഗത്തിൽ ഒന്നാമത്തെ സ്ഥാനം പെണ്ണുങ്ങളിൽ ഖദീജ റളിയല്ലാഹു അൻഹ. രണ്ടാമത്തെ സ്ഥാനം ആസിയത്തു ബിൻതു മുസാഹിം ഇംറഅത്തു ഫിർഔൻ. ഫിർഔനിന്റെ ഭാര്യയായ മുസാഹിമിന്റെ മകളായ ആസിയ ബീവിക്കാണ്. രണ്ടാമത്തെ വരയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു. അത് കാരണങ്ങളുണ്ട്, പറയാൻ സമയമില്ല, കാരണങ്ങളുണ്ട്. മൂന്നാമത്തെ വരയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മറിയം ഇബ്നത്തു ഇമ്രാൻ, ഇമ്രാനിന്റെ മകൾ മറിയമാണ്, മറിയമാണ്. മൂന്നാമത്തെ വരയിൽ. നാലാമത്തെ വര എന്താന്ന് ചോദിക്കണ്ട, ഫാത്തിമത്തു ബിന്തു മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമ ബീവിയാണ്. ഈ 4 വരയുടെ അർത്ഥം അത് തന്നെയാണ്. നമ്മുടെ വിഷയം മൂന്നാമത്തെ വര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാമത്തെ പെണ്ണ് സ്വർഗത്തിലാണ്. സ്വർഗ സ്ത്രീയുടെ നേതാക്കളുടെ നിരയിൽ, മുൻനിരയിൽ ബാനർ പിടിച്ചു നിൽക്കുന്നവളാണ് മറിയം ബീവി, മറിയം ബീവി, മറിയം ബീവി. കരുമക്കാട്ട മറിയം ബീവി, എറണാകുളത്തെ മറിയം ബീവി അല്ല കേട്ടോ. ആ മറിയം ബീവി പോയി ഒന്ന് പൊങ്ങാൻ നിൽക്കുകയൊന്നും വേണ്ട. മറിയം ഇബ്നത്ത് ഇമ്രാൻ, ഇമ്രാന്റെ മകൾ മറിയം, ഇമ്രാന്റെ മകൾ മറിയം. ഇനി വാപ്പാടെ പേര് ഇമ്രാൻ ആയത് ഒക്കെ ഒരു മറിയോ എന്ന് പേരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇമ്രാൻ എന്ന പ്രവാചകന്റെ മകൾ മറിയം ബീവി. മറിയം ബീവിയെ ആരും സ്പർശിച്ചിട്ടില്ല, ആരും തൊട്ടിട്ടില്ല. ലൈനടിക്കാൻ ഒരാൾ വന്നു, ലൈനടിക്കാൻ ഒരാൾ വന്നു. ഇന്നത്തെ ന്യൂ ജനറേഷൻ പോലെ അന്നുകൊണ്ട് സംഭവം. ലൈനടി സ്വർഗം പോലെ തുടങ്ങിയ പരിപാടി ലൈനടി. അതിന് ചരിത്രം പറയുകയാണെങ്കിൽ ഇനി 1 മണിക്കൂറോടെ കാണും. അത് വേണ്ട. അപ്പം നാളെ വയസ്സന്മാർ ലൈനടിക്കാൻ തുടങ്ങും, സുന്നത്തല്ലേ എന്ന് ഓർത്തിട്ട്. അത് വേണ്ട. അപ്പം സംഭവം പോട്ടെ. എന്തെങ്കിലും എല്ലാത്തിനും ഒരു തെളിവില്ലാതെ ഇതൊന്നും നടക്കുമല്ലോ സംഭവം. ഇതൊക്കെ പണ്ടേ ഉണ്ടല്ലോ. മദീനയിൽ വെച്ച് 2 ലൈനടി ഉണ്ടായിരുന്നു. മക്കയിൽ വെച്ച് ഒരാണും പെണ്ണും കൂടെ സഹാബാക്കൾ 2 പേര് ലൈനടിച്ചപ്പോഴാണ് പെണ്ണ് പറഞ്ഞു, കാമുകനോട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടെ നാളെ മദീനയ്ക്ക് പോകുന്നു, നീ വണ്ടി കയറി മദീനയിൽ വരണം കേട്ടോ, നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ട കല്യാണം കഴിക്കട്ടോ. ഇവിടെ പറയുന്നല്ലേ കാമുകന്മാർ പറയുന്നത്, കല്യാണ വീട്ടിൽ വരണം, നാളെ ഞങ്ങൾ അവിടെ കാണും, നീ ഒരു കല്യാണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരണം കേട്ടോ, അവിടെ വെച്ച് നമുക്ക് കാണട്ടോ. വാട്സപ്പിൽ രാത്രി മെസ്സേജ് ഇട്ട് കൊടുക്കും. അവൻ കറക്റ്റ് എല്ലാ കല്യാണ വീടും കയറി ഇറങ്ങി പോകും. പാവം പിടിച്ച് ചങ്ങാതി ഒരു പെണ്ണിന് വേണ്ടി ഇതാ എൻ്റെ ഒരു അത്യാഗ്രഹം, ഒരു ആക്രാന്തം, ഇത്ര കല്യാണ വീട്ടിലെ കയറി പോവുക ആലോചിക്കും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടി. ഓഹോ, 2 കാമുകന്മാർ ഇവിടുന്ന് ഹിജ്റ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു പെണ്ണിനെ മോഹിച്ചുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് വരുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ കിട്ടൂല, പെണ്ണിനെ കിട്ടും എന്ന് പറഞ്ഞു. അത് തന്നെയല്ല ഇപ്പോഴും. മുസ്ലിം പെണ്ണ് ഒളിച്ചോടി പോയി കാഫറിനെ കെട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്, നിനക്ക് അവനെ കിട്ടും, പക്ഷെ അള്ളാഹയും കിട്ടൂല, റസൂലിനും കിട്ടില്ല. നാളെ പുഴുവരിച്ച് നീ ചത്തുപോകും, പുഴുവരിച്ച് ചത്തുപോകും. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ആരും കാണൂല, മയ്യത്ത് സ്കരിക്കാൻ ആരും കാണൂല. നിന്റെ ശരീരത്തിൽ നിന്ന് പുഴു ഇവിടെ വെച്ച് ഇളകും. അള്ളാഹി അള്ളാഹ് കാണിച്ചു തരും. കണ്ടുകൊണ്ട് പല അനുഭവങ്ങളുണ്ട്. ഇവിടെ തന്നെ ചത്ത് അങ്ങനെ വികൃതമായിട്ട് റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ആ മുഖത്തിൻ്റെ ഒരു ചെറിയൊരു അംശം കണ്ട് കുടുംബക്കാരൻ തിരിച്ചറിഞ്ഞ് ആരെ ഏറ്റെടുക്കാൻ? പള്ളിക്കാട്ടിലൊന്നും നിന്റെ മയ്യത്ത് അവിടെ സ്വീകരിക്കുകയില്ല. നീ മുശ്രിക്കത്തായി, നീ കാഫറത്തായി. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. പെണ്ണെ, നിനക്ക് മറിയം ബീവി ഒരു ഉദാഹരണമാണ്. വദ്കുർ ഫിൽ കിതാബി മറിയം ഇദ് തബദത് മിൻ അഹ്ലിഹാ മകാനാ ശർഖിയ്യാ فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا
إني أعوذ بالرحمن منك إن كنت تقيا. മഹാമഹതിയായ മറിയം ബീവിയുടെ ഉദാഹരണം ഇതാ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയാ, കിഴക്ക് ഭാഗത്ത് ആരോരുമില്ലാത്ത ജനരഹിതമായ ഒരു പ്രാന്തപ്രദേശത്ത് ഒരു കൂടാരത്തിൽ തനിച്ചു കഴിയുന്ന യുവതിയായ സുന്ദരിയായ മറിയം ബീവി. ആ മറിയം ബീവിയെ ഒന്ന് പരീക്ഷിക്കാൻ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ, നമ്മുടെ ആത്മാവിനെ റൂഹുൽ അമീൻ ജിബ്രീലിനെ നാം അയക്കുകയുണ്ടായി. ഫതമസ്സല ലഹാ ബശറാ സവിയാ, ഒരു യുവകോമളന്റെ രൂപത്തിലാണ്, ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിലാണ്. ആ യുവാവിന്റെ കോലത്തിൽ ഒറ്റക്കിരിക്കുന്ന കൂടാരത്തിലേക്ക് ഒരു പെണ്ണിനെ കാണാൻ ഒരു അന്യപുരുഷൻ ഇതാ കടന്നു പോകുന്നു. എടുത്ത പടിയോടെ ആ പെണ്ണ് പറയുകയാണ്, കാലത്ത് ഇന്നി അഊദു ബിർറഹ്മാൻ മിൻക ഇൻ കുന്ത തഖിയാ. മാറിപ്പോകണോ, മാറിപ്പോകണേ, ഞാൻ എൻ്റെ റബ്ബിനോട് കാവൽ തേടുകയാണ്. നീ അല്ലാഹുവിൽ സൂക്ഷ്മതയുള്ളവനാണെങ്കിൽ എന്നെ തൊട്ടു പോകരുത്, അശ്ലീല ചുവയോടെ എന്നെ നീ സമീപിക്കരുതേ, മാറിപ്പോകണേ എന്ന് മഹതിയായ മറിയം ബീവി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഒരു തൻ്റെ ഇടം ഉണ്ടോ ചെറുപ്പക്കാരിക്ക് പറയാം? ആരെങ്കിലും തൊടാനോ തടവാനോ ഒക്കെ വരുമ്പോൾ ദേഷ്യപ്പെട്ട് ചെരുപ്പൂരി അടിക്കാൻ തയ്യാറുണ്ടോ? തിരിച്ച് ചോദിക്കാൻ തയ്യാറുണ്ടോ? ആരെങ്കിലും ഹായ് മെസ്സേജ് അയക്കുമ്പോൾ നീ ആരുടെ ഹായ് അയക്കാൻ പെട്ടെന്ന് ആ നമ്പർ എടുത്ത് സൈബർ സെല്ലിൽ കൊടുക്കാൻ ഈ പെണ്ണ് തയ്യാറുണ്ടോ? ഇങ്ങോട്ട് വിളിക്കുന്നു ഒരാൾ റോങ് നമ്പറാണെന്ന് പറയാതെ ചുമ്മാ ഒക്കെ ഒന്ന് പറഞ്ഞ് എന്നെ വിളിച്ചെടുത്തൊക്കെ സോപ്പിട്ടൊക്കെ വരുമ്പോൾ കൂടുതൽ സംസാരിക്കാതെ നീ അതെന്ന് കൊണ്ട് കൂടുതൽ സംസാരിക്കാൻ കട്ട് ചെയ്തേക്കട്ടെ. എന്തിനാ നീ ആ പരിചയമില്ലാത്ത കട്ടിങ് അല്ല കട്ട് ചെയ്യണം, ഒറ്റ കട്ടിങ്. പിന്നെയും വിളിക്കുകയാണെങ്കിൽ ഹലോ റോങ് നമ്പറാണ്, സൂക്ഷിക്കണം, ഈ നമ്പർ സൈബർ സെല്ലിലേക്ക് പോകും, ആവശ്യമില്ലാതെ വിളിക്കരുത്. പിന്നെയും വിളിക്കില്ല, പിന്നെ വിളിച്ച നമ്പർ അങ്ങോട്ട് കൊടുത്താൽ മതി, പെണ്ണുങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് കൊടുത്താൽ മതി. ഇത് ഇമ്മ വിളിക്കുന്ന ആരാ? എടോ താങ്കളോടല്ലേ പറഞ്ഞത് വിളിക്കല്ലേ എന്ന്, താങ്കളെന്തിനാ വിളിക്കുന്നത്? ഇതെന്തിനാ ഇവളോട് സംസാരിക്കുന്നത്? പരിചയമില്ലാത്തവരോട് തന്നെ സംസാരിക്കുന്നത്. ഇതെങ്ങനെ ചോദിച്ച് താങ്കളോട് ചോദിച്ചിരിക്കുമ്പം പിന്നെ താങ്കളിയാവും. അങ്ങനെയാണ് കയ്യാങ്കളിയിലെത്തുന്നത് സംഭവം. അങ്ങനെ തന്നെ സംസാരിക്കും. നമുക്ക് പരിചയമില്ലാത്ത പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ വിളിക്കുകയോ പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് ആരെങ്കിലും അന്വേഷിക്കുകയോ ചെയ്താൽ ഗൗരവത്തോടുകൂടി സംസാരിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഇപ്പം ഭാര്യ മാത്രമേ ഉള്ളൂ, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു അന്യപുരുഷൻ ആരെങ്കിലും അന്വേഷിച്ച് വരുന്നു, അബൂബക്കർ മുസ്ലിയാർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹലോടെ എറണാകുളത്തും കണ്ട ജോലി പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്, അവിടെ പോയി തിരക്കുന്ന പറയും. അവൻ പിന്നെ അവിടെ പമ്മി നിൽക്കൂല. ഇതെന്തൊരു സാധനമാണ് അപ്പം, ഇത് എവിടെ നിന്ന് ഇറങ്ങി വന്നതാണ്, ഇതെവിടെ നിന്ന് ഇറങ്ങി വന്നതാണെന്ന് നമ്മൾ തന്നെ പറഞ്ഞു പോകും. അതല്ല അസ്സലാമു അലൈക്കും അബൂബക്കർ ഉസ്താദുണ്ട്, എവിടെ നിന്ന് വരുവാ? അയാൾ കാസർഗോട്ട് കരിമക്കാട് നിന്ന് വരിക. അയ്യോ ഇല്ല, വാ കയറി ചായ കുടിച്ചിട്ടോ വെള്ളം കുടിച്ചിട്ടോ, ചായയും കുടിച്ച് ജ്യൂസും കുടിച്ച് വെള്ളം കുടിച്ച് പെണ്ണിൻ്റെ നമ്പരും മേടിച്ച് അള്ളാഹു വാട്സപ്പ് നമ്പരും മേടിച്ച് എല്ലാം മേടിച്ച് പോയി. നമ്മളിവിടുന്ന് വാത് കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ പെണ്ണും പിള്ള ഇല്ല, ആരുമില്ല. അള്ളാഹ് ഹിജ്റ പോയി അവർ. കാരണം എന്താ? സോപ്പിട്ട് സംസാരിച്ച്. അപ്പോൾ ആ വാക്കിൽ, പെണ്ണുങ്ങളുടെ ചില വാക്കിൽ ആളുകൾ വീണ് പോകും. അങ്ങനെയാണ് സംഭവം, അങ്ങനെയാണ് വീണ് പോകുന്നത്. അങ്ങനെയൊക്കെയാണ് ഒന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ബസ്സിലൊക്കെ പോകുമ്പോൾ ചെറുതായിട്ട് കാല് വെച്ചൊന്ന് തട്ടി നോക്കും, ഏർത്തടിക്കുന്നോന്ന്. മിണ്ടാണ്ട് നിൽക്കുകയാണെങ്കിൽ മെല്ലെ മെല്ലെ സ്വിച്ച് അമർത്താൻ നോക്കും, പ്ലഗ് കുത്താൻ നോക്കും. തുടക്കത്തിലെ കാലത്ത് പെട്ടും ഇങ്ങനെ ചെറഞ്ഞിട്ട് നോക്കും. അപ്പോളേ അവൻ ഉള്ള വയറും വലിച്ചുകൊണ്ട് അവനങ്ങ് പോകും. സംഭവം ചെറഞ്ഞിട്ട് നോട്ടം നോക്കിയാൽ മനസ്സിലായില്ല സംഭവം. അല്ലെങ്കിൽ ചൈനക്കാരന്മാർ ബാക്ക് സൈഡിൽ മറ്റേ മുള്ള് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ഡ്രസ്സ് കിട്ടും, അതിട്ടോട്ട് ഇനി പോകേണ്ട ഒരു കാലഘട്ടം വരും. അപ്പം പിന്നെ അടുത്ത് പോലും വരില്ല. അപ്പോൾ നമ്മളൊന്ന് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കൂലല്ലോ സംഭവം. പക്ഷേ അതല്ലല്ലോ, അതല്ലേ കുഴപ്പം. നമ്മളങ്ങോട്ട് വീണ് കൊടുത്തിട്ടല്ലേ അവരിങ്ങോട്ട് വരുന്നത്. അല്ല, പെണ്ണുങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ട് നോക്ക്, ആരും വീഴുള്ള സംഭവം ഉറപ്പല്ലേ. നമ്മളിത് തയ്യാറാകണം. അതിന് തെളിവാണ് ബഹുമാനപ്പെട്ട സലീഹ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. പൊട്ടില്ല എന്ന് പറഞ്ഞു, അയ്യോ സോറി, ഞാനേ അള്ളാൻ്റെ ദൂതനാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടെന്നൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നത്. എനിക്കാണോ?
എനിക്കാണോ? വല വംസസിനി ബഷർ വലമക്ക് ബഖിയ. ഞാനൊരു മോശക്കാരിയൊന്നുമല്ല, എന്നെ ഒരു പുരുഷൻ തൊട്ടിട്ടുമില്ല. എനിക്കാണോ? എന്താ ഇത് ഈ പറയുന്നത്? പേടിക്കണ്ട, ദേഷ്യപ്പെടണ്ട, കൂൾ ഡൗൺ. കാല കദാലിക്, ഇത് അള്ളാന്റെ തർത്തീബാ. നിങ്ങൾ വിഷമിക്കാതിരി, ഇത് അള്ളാന്റെ തർത്തീബാണ്. അള്ളാഹ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പെട്ടെന്ന് പറഞ്ഞ വാക്ക് അത് തന്നെയാണ്. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല സ്വീകരിച്ചത്. എന്താ മറിയം ബീവിക്ക് ഒരു ഗുണം കിട്ടാൻ കാരണം? നമ്മുടെ കുട്ടികൾ പഠിച്ചുപോയിരിക്കും. ഒരു ദുആ പറഞ്ഞുതരാം, അതോടുകൂടി പ്രസംഗം നിർത്താണ്, സംഭവം നിർത്താണ്. ഒരുപാടായിപ്പോ സമയം. നമ്മുടെ കുട്ടികൾ ജനിക്കുന്ന ഉടനെ നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം എന്താ? ഒന്ന് ബാങ്കുളിക്കുന്നുണ്ട്, കമത്ത് കൊടുക്കും, തീർന്ന്. അതേ ഉള്ളൂ, ഇല്ലേ? അത്രയല്ലേ ചെയ്യുള്ളൂ, അത്രയല്ലേ ചെയ്യുള്ളൂ സാറേ, അത്രയല്ലേ ഉള്ളൂ. ഓർമ്മ വരുന്നോ? തീർന്നു സംഭവം. അല്ല, ഈ പിരിവൊന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് വാദ പറയണ്ടേ? അതുകൊണ്ട് ഇത്രയും പറഞ്ഞു പോയത് കേട്ടോ. എനിക്ക് നേരത്തെ നിർത്തണം എന്നുള്ള, ഈ പിരിവുള്ള സ്ഥലത്താണ് ഉടായ്പ കാണിക്കുന്നത്. ഞാൻ പിരിവൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് നമ്മൾ പ്രസംഗിക്കാം, കുഴപ്പമില്ല, എനിക്ക് മനസ്സന്തോഷമാണ്. ആളൊന്നും വേണമെന്നൊന്നുമില്ല. എനിക്ക് 15 പേര് മതി. നല്ലൊരു മൈക്കുമാണ് ഇതേപോലെ, മാഷാ അല്ലാ. ആളൊന്നും കണ്ടൊന്നും അവക്കൊന്നും മയങ്ങി വീടുന്ന സൈസൊന്നുമല്ല. വടക്കോട്ട് ഇഷ്ടം പോലെ ഉണ്ട്, അതിലൊന്നും വലിയ കാര്യമില്ല. അവിടെ 1.5 മണിക്കൂറേ പ്രസംഗിക്കുള്ളൂ. ആളുകളൊന്നും കൂടിയത് കൊണ്ടാണ് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. ഇത്രയും പേര് മതി, മാഷാ അല്ലാ. എത്ര നേരം അങ്ങനെ അടങ്ങിയിരിക്കുന്നില്ലേ? അത് തന്നെ ഏറ്റവും വലിയ. നിങ്ങളൊന്ന് എഴുന്നേറ്റ് പോയാലേ എനിക്ക് നിർത്താൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അവരൊന്ന് കൊഴിഞ്ഞു പോകുന്നതാണെന്ന് എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്താ, പെട്ടെന്ന് നിർത്താമല്ലോ. എന്തായാലും പോകാതെ വരുന്നതാണ് നമുക്ക് വിഷമം. അപ്പം പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ നമ്മുടെ കുട്ടികളെ എടുത്തിട്ട് വലത് കാതിൽ ബാങ്ക് കൊടുക്കണം, ഇടത് കാതിൽ കമത്ത് കൊടുക്കണം. കുട്ടികൾ നന്നാവാൻ വേണ്ടി, ന്യൂ ജനറേഷൻ നന്നാവുന്ന കുട്ടികളായി വളരാൻ വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? വലത് കാതിൽ സൂറത്ത് ഇഖ്ലാസ് ഓതണേ, സൂറത്ത് ഇഖ്ലാസ് ഓതണേ. ഖുൽ ഹുവല്ലാഹു അഹദ്. ഇഖ്ലാസ്, ഈ സൂറത്ത് ഇഖ്ലാസ് ഏതാന്നുള്ള ഇനി പോയിട്ട് നാളെ പോയി സ്കാൻ ചെയ്ത് നോക്കുന്നതാണ് ഈ സൂറത്ത് ഇഖ്ലാസ്. ഇത് എവിടെ കാണാൻ? അതും കൂടെ മൊയിലാർ പറഞ്ഞു തരാതെ പോയല്ലോ. അവിടെ ഇത് അറിയില്ല സമയം. ഇതിനൊക്കെ അർത്ഥവും ഇതിൻ്റെയൊക്കെ പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കണ്ടേ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ചെറിയ സൂറത്താണ്. 111, 112, 13, 14, 112ാമത്തെ സൂറത്ത്. അത് ഓതി കൊടുക്കണം. എന്നിട്ട് സൂറത്ത് ആലി ഇമ്രാനിലെ 36ാമത്തെ ആയത്ത് കൂടെ ഓതണം. അതാണ് ഈ മറിയം ബീവിക്ക് മറിയം ബീവിയുടെ ഉമ്മ ഓതി കൊടുത്തത്. മനസ്സിലായില്ല? അതുകൊണ്ടാണ് മറിയം ബീവി അങ്ങനെ ആയത്. ഇന്നി ഉഈദുഹാ ബിക് വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ഇവളെയും ഇവളുടെ സന്താനത്തെയും നീ പിശാചിന്റെ ഷർറിൽ നിന്നും അശ്ലീലതകളിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അവളുടെ സന്താനത്തെ രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ നാമം കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാ. ആ ആയത്തോടെ ഓതിക്കൊടുക്കണം. വലത് കാതിൽ കുട്ടിയുടെ സൂറത്തിൽ ഇഖ്ലാസ് ഓതണം, ബാങ്ക് വിളിക്കണം. ഈ ആയത്ത് കൂടി ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഇതുകൂടെ ഓതിക്കൊടുത്താൽ ആ കുട്ടി പിഴയ്ക്കുകയില്ല, ഒളിച്ചോടുകയില്ല, വ്യഭിചരിക്കുകയില്ല, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. പക്ഷെ നമ്മൾ അതാരും ഓതിയിട്ടില്ല. ഇപ്പൊ ഒളിച്ചോടി പോകുന്ന സാധനത്തിലൊന്നും ആരും ഓതിയിട്ടില്ല. ബാങ്ക് വിളിച്ചിട്ടുള്ള കാര്യം തന്നെ സംശയം, അതും കാണൂല. ബാങ്ക് വിളിച്ചാൽ ശൈത്താൻ ഓടുമെന്നാണ് സംഭവം. ബാങ്ക് വിളിച്ചാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ശൈത്താൻ ഓടും. ബാങ്ക് വിളിക്കുന്നുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രസവിക്കാത്ത പെണ്ണുങ്ങൾ പ്രസവിക്കാതെ ലേബർ റൂമിൽ കിടന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ ഭർത്താവിനോട് പറയണമെന്ന് ബാങ്ക് വിളിക്കാൻ പറയണം. ലേബർ റൂമിൻ്റെ അടുക്ക പോയെന്നോട്ട് തുറന്നു വെച്ചോണ്ടല്ല, അവിടെ അടച്ച് ഗ്ലാസ് റൂമിൽ ഇപ്പുറത്ത് നിന്നോണ്ടൊരു ബാങ്ക് വിളിച്ചാൽ മതി. ആ സമയത്ത് കിടക്കുന്ന മുഴുവൻ പെണ്ണുങ്ങളും പ്രസവിക്കും. പക്ഷെ ആര് ബാങ്ക് വിളിക്കാൻ? ബാങ്ക് വിളിച്ചുകൊണ്ടിരുന്ന സെക്യൂരിറ്റി ഒന്ന് പോയിക്കൊണ്ടോ, ഇത് പള്ളി തയ്ക്കാവുന്നല്ലോ, യാൾ ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് അവനെ അപ്പോഴേ പൊക്കി എടുത്തിട്ടു. ഞാൻ ആശുപത്രി നീ പള്ളിയാക്കാൻ വന്നിരിക്കണോ എന്ന് പറഞ്ഞിട്ട് ഇടങ്ങാറാക്കുക. യാത്ര ചെയ്യുമ്പോൾ ബാങ്ക് വിളിക്കുന്നില്ലേ? ആ ബാങ്കുള്ളിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുടലൊക്കെ തിരിഞ്ഞു കിടക്കുന്ന പെണ്ണാണ്, തല തിരിഞ്ഞു കിടക്കുന്ന പെണ്ണാണ്. അങ്ങനെ ഇടങ്ങാറ് വന്ന ഖുർആൻ കൊണ്ട് ചികിത്സയുണ്ട്. ഈദിന് സിറാത്തുൽ മുസ്തഖീം ഓതിക്കോണം. ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പ്രസവ വേദന എടുക്കുന്നവൻ്റെ ആവുന്നില്ല തുമ്മ സബീല യസറ തുമ്മ സബീല യസറ തുമ്മ സബീല യസറ, അത് ഓതിക്കൊണ്ടേയിരിക്കണം. റാഹത്തായിരിക്കും എല്ലാം. ഇതെല്ലാം വളരെ എളുപ്പമാണ്. ഖുർആൻ കൊണ്ട് തന്നെ എന്തെല്ലാം ചികിത്സ അബീവേ. ആധുനിക ചികിത്സാ രീതികൾ, ആരോഗ്യ സംരക്ഷണം ഇസ്ലാമിൽ അങ്ങനെ ഒരു വിഷയം വെച്ചാൽ ഈ ഖുർആൻ്റെ ഒക്കെ ചികിത്സകളൊക്കെ ഇങ്ങനെ പറയാം. എല്ലാത്തിനും മരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടിട്ട് നമ്മളിത് ചെയ്യാറില്ലല്ലോ, അത് ഓതാറുമില്ലല്ലോ, അതിൻ്റെ മഹത്വം കൊടുക്കാറുമില്ലല്ലോ. അതല്ലേ ഇവ പ്രശ്നമാകും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പം ഇത് ഓതണം നിങ്ങൾ. അങ്ങനെ ഓതിയാൽ എന്താ സംഭവിക്കുക? എന്താ ദുആ ചെയ്തത്? അള്ളാഹു ഇവളെയും മറിയം ബീവിയെയും സമയമായി കാണും നിർത്താൻ. അതുകൊണ്ടായിരിക്കില്ലേ അത് നിർത്താൻ പോകുന്നത്.
ഇതാ നിർത്താൻ പോവാ, തീർന്നു. ഇവളെയും ഇവളുടെ സന്താനത്തെയും അതുകൊണ്ട് ആരാ അവളുടെ സന്താനം? ആരാ? മറിയം ബീവിയുടെ സന്താനം ആരാ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിഴച്ചോ പിള്ളേരെ, പിഴച്ചോ സഹോദരങ്ങളെ? ഇല്ല, കുട്ടികളുടെ അടുത്ത് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞ പോലെ ഇല്ല, അതാണ് അതിൻ്റെ അർത്ഥം. അത് തെളിവല്ലേ നമുക്ക്. ഇനി ഉഈദുഹാ ബിക ദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ആ ഉഈദുഹ എന്ന വാക്കാണ് മറിയം ബീവി ഇവിടെ ഓതുന്നത്. ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാൻ, റഹ്മാനെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻക ഇൻ കുൻത തഖിയ, നിന്നിൽ നിന്ന്. പെട്ടെന്ന് മാറിപ്പോ. ചെറുപ്പക്കാരിയായ പെണ്ണിനും ഖുർആൻ തെളിവ്, ചെറുപ്പക്കാരനായ ആണിനും ഖുർആൻ തെളിവ്. നന്നാവണമെങ്കിൽ നന്നാവാം, മോശമാകണമെങ്കിൽ മോശമാകാം.